ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നാം ദൈവം ബോധിക്കുന്ന വ്യക്തി, ദൈവഹിതപ്രകാരമുള്ള വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയെ ആ വ്യക്തി എങ്ങനെയായിരിക്കും എന്നുള്ളത് ദാവീദിൻ്റെ ജീവിതത്തിലുള്ള സ്വഭാവവിശേഷതകളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു. ദൈവം അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകത്തിൽ പറയുന്നത്, ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ബോധിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു വ്യക്തി. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഐ ഹാവ് ഫൗണ്ട് ഡേവിഡ് ദ സൺ ഓഫ് ജെസ്സി എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിനോട് യോജിച്ച വ്യക്തി, അതാണ് ദൈവം ബോധിച്ച വ്യക്തി എന്നൊക്കെ ദാവീദിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ സ്വഭാവവിശേഷതകളെക്കുറിച്ചായിരുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. 11 സ്വഭാവവിശേഷതകളെക്കുറിച്ച് നാം കണ്ടു. ഇന്ന് നമുക്ക് 12ാമത്തെ സ്വഭാവവിശേഷതയെക്കുറിച്ച് ചിന്തിക്കാം. അത് പശ്ചാത്താപിക്കുന്ന ദാവീദിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യരുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ പല സമയങ്ങളിൽ പാപത്തിൽ അകപ്പെട്ടു എന്ന് വരാം. പാപം ചെയ്ത് ജീവിക്കരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പാപത്തിൽ അകപ്പെട്ടു എന്ന് വരാം. എന്നാൽ പാപത്തിൽ അകപ്പെടുമ്പോഴും അത് ഏത് തരത്തിലുള്ള പാപമാണെങ്കിലും, മാനസികമായിട്ടുള്ള ദൈവത്തോട് ചെയ്യുന്ന, നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പാപമാണെങ്കിലും, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപമാണെങ്കിലും, നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപമാണെങ്കിലും, നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപമാണെങ്കിലും, വായ് കൊണ്ട് ചെയ്യുന്ന പാപമാണെങ്കിലും, ചെവി കൊണ്ട് ചെയ്യുന്ന പാപമാണെങ്കിലും, ഏത് പാപങ്ങളും നാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു, പശ്ചാത്താപിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജയം, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു, ദൈവഹിതപ്രകാരമുള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് തീരുവാൻ സാധിക്കുന്നു എന്നുള്ളത് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാം. ദാവീദിൻ്റെ ജീവിതം ഉടനീളം നോക്കുവാണെങ്കിൽ എപ്പോഴും കർത്താവിനോട് അടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ, ഭക്തനായ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പാപമുണ്ടായി. താൻ ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ചു, അവളെ തൻ്റെ ഭാര്യയായിട്ട് എടുത്തു എന്നുള്ളത് മാത്രമല്ല, ഊരിയാവിനെ കൊല്ലുവാനായിട്ട് ഇടയായിട്ട് തീർന്നെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അവൻ കൊലപാതകവും ചെയ്തു. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ ആദ്യം അവൻ കണ്ണുകൊണ്ട് പാപം ചെയ്തു, അതിനുശേഷം അവൻ വ്യഭിചാരം ചെയ്തു, അതിനുശേഷം കൊലപാതകവും ചെയ്തു. അത്ര വലിയ പാപങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദാവീദിൻ്റെ അടുക്കലേക്ക് നാഥാൻ പ്രവാചകനെ പറഞ്ഞു വിടുകയും, നാഥാൻ പ്രവാചകൻ ഈ കാര്യങ്ങൾ ദാവീദിനോട് പറയുകയും ചെയ്യുമ്പോൾ ദാവീദ് തന്നെ ഭയങ്കരമായിട്ട് കോപത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ ആ ദാവീദിൻ്റെ കോപം മനുഷ്യൻ്റെ നേരെ ഏറ്റവും ജലിച്ച്, അവനാന്നാതെ യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ, അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചുകൊണ്ട് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നാഥാൻ പ്രവാചകൻ പറയുകയാണ്, നീ തന്നെയാണ് ആ വ്യക്തി എന്ന് പറയുന്നു. അപ്പോൾ നാഥാൻ പ്രവാചകനോട് ദേഷ്യപ്പെടുകയോ അല്ല, ഞാനല്ലെന്ന് പറയുകയോ ചെയ്യുകയല്ല, അവൻ തന്നെത്താൻ താഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പാപം ചെയ്തു എന്നുള്ളത് പറയുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം അതിൻ്റെ റിസൾട്ട്, അവൻ്റെ കോൺസിക്വൻസ് ദൈവം അവനോട് പറയുന്നുണ്ട്. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് 2 ശമൂവേൽ 12:9 വാക്യത്തിൽ നമുക്ക് കാണാം. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ള ചെയ്ത് എന്തിന്? ഹിത്തനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. ഹിത്തനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തുകൊണ്ട് വാൾ നിൻ്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക നിൻ്റെ ഭാര്യമാരെ എടുത്ത് നിൻ്റെ കൂട്ടുകാരന് കൊടുക്കും. അവിടെ അത് ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദാവീദിനോട്, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ലെങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട്
നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ദാവീദ് ഉടനെ തന്നെ തന്നെത്താൻ താഴ്ത്തി നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് അവനവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ താഴുകയും ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് യോൻ സങ്കീർത്തനം 32-ൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദാവീദ് എഴുതിയത്, ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും എൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറിച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റുപറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ പാപം ഉണ്ടായപ്പോൾ അവൻ ദൈവത്തോട് തന്നെ അവൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞു. അവന് പാപക്ഷമ കിട്ടിയെന്ന് കാണുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 2-ന്റെ 1-ാം വാക്യത്തിൽ നാം പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. ഇവിടെ നാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസികളായി നാം, ദൈവമക്കളായി നാം പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടായാൽ നാം അത് മറച്ചു കളയുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ കുഞ്ഞുങ്ങളെ, എന്നാൽ ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദാവീദ് ചെയ്തതുപോലെ തന്നെ അവനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപക്ഷമയ്ക്കായിട്ട് യാചിച്ചാൽ കർത്താവ് ക്ഷമിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അവസ്ഥയിൽ അവൻ തെറ്റ് ചെയ്തതിന് ശേഷം, അവൻ്റെ ജീവിതത്തിൽ തെറ്റ് വന്നതിന് ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞതിന് ശേഷം അവൻ രചിച്ചതായിട്ടുള്ള സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ദാവീദിൻ്റെ വ്യഥ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ദൈവം അവനോട് ക്ഷമിച്ചു എന്നുള്ള നിശ്ചയവും അവൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 51-ൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്ത് നിനക്ക് അനിഷ്ടമായുള്ള ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഈ സങ്കീർത്തനം ഇത് എഴുതിയത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് എന്നാണ് ഇവിടെ കാണുന്നത്. അവൻ്റെ ജീവിതത്തിൽ എന്നെ നന്നായി കഴുകണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ പറഞ്ഞു. മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിലെ ദുഃഖം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ പറയുകയാണ്, അതിൻ്റെ 12-ാം വാക്യത്തിലും പറയുകയാണ്, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സിറക്കുമ്പോൾ ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. അങ്ങനെ അവൻ തൻ്റെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞു. കർത്താവിൽ നിന്ന് നിരക്ക് പ്രാപിച്ചു. അതിനുശേഷം അവൻ കർത്താവിനോട് പറയുകയാണ്, എൻ്റെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ സന്തോഷം. അവൻ നരകത്തിൽ പോകുമെന്നല്ല പറയുന്നത്, എന്നാൽ അവൻ്റെ രക്ഷയുടെ സന്ദേശം, പാപം ചെയ്യുമ്പോൾ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും. എന്നാൽ കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിരക്ക് പ്രാപിച്ചു കഴിയുമ്പോൾ രക്ഷയുടെ സന്തോഷം നമുക്ക് തിരികെ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ സന്തോഷത്തോടെ പറയുകയാണ്, ഹന്യാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ദൈവത്തിൻ്റെ ഹന്യാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. നിൻ്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളും ഹോമയാഗങ്ങളും സർവാംഗ ഹോമങ്ങളും പ്രസാദിക്കും. അപ്പോൾ നിൻ്റെ യാഗപീഠത്തിൽ കാളകളെ അർപ്പിക്കും. അതേ, ദാവീദിൻ്റെ ജീവിതത്തിൽ റെസ്റ്റോറേഷൻ ഉണ്ടായി. അവൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അവൻ്റെ സന്തോഷം, ദൈവമായിട്ടുള്ള സഹിത്വം അവന് തിരിച്ചു കിട്ടി. അതാണ്
ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവമായിട്ടുള്ള സഹിത്വം അതെപ്പോഴും ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ദൈവമായിട്ടുള്ള ബന്ധം ദാവീദിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പാപം ചെയ്തപ്പോൾ ആ ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ അവൻ പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം ക്ഷമിച്ചു. അവനോട് അവൻ്റെ രക്ഷയുടെ സന്തോഷം അവൻ തിരികെ കൊടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ തെറ്റുകളുണ്ടായാൽ നാം 1 യോഹന്നാൻ 1:2 പറയുന്ന പോലെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തിരിച്ചു വന്നാൽ കർത്താവ് നമ്മളോട് പാപങ്ങളെ ക്ഷമിക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവിനുള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 1 യോഹന്നാൻ 2:1 നമുക്കൊന്നും കൂടെ വായിക്കാം. അവിടെ നാം കാണുന്നത് കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അതായത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ, അവൻ്റെ സഹിത്വം മനസ്സിലാക്കി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.